അപ്പം നമുക്ക് ഉണക്കമുളക് എന്താ ചെയ്യുന്നത് കണ്ടു നോക്കിയാലോ. നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാമെന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ മറ്റൊന്നല്ല, നമ്മൾ ഉണക്കമുളക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഉണക്കി പിടിക്കുക എന്നുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കും. അതിനായിട്ട് നമ്മൾ ഉണക്കമുളകൊക്കെ എടുത്ത് നന്നായിട്ട് കഴുകി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഴുക്കും കാര്യങ്ങളൊക്കെ പോയി നല്ല വൃത്തിയായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാമല്ലോ അല്ലേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല വെയിലുള്ള സമയത്ത് മാത്രം കഴുകിയെടുക്കാൻ നോക്കുക. മുളക് ഉണങ്ങി കിട്ടാൻ പ്രയാസമായിരിക്കും കേട്ടോ. ഇനി നമുക്കൊരു ടേബിളിൻ്റെ മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒരു തുണിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ പരത്തിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം നമ്മൾ കഴുകി വീട്ടിൽ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ട് നമുക്കെല്ലാം കഴിക്കാമല്ലോ അല്ലേ. ഇനി ഇടയ്ക്കൊന്ന് വന്ന് ചിക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ എല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമ്മൾ എല്ലാം വാരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ടാലും നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്കെല്ലാം കഴിക്കാമല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് മില്ലിൽ നിന്നൊക്കെ പൊടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു കുപ്പിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളൊക്കെ നേരെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.